പോരാൻ വേണ്ടി മോനെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കണ്ട, പോരാൻ പറഞ്ഞു. അങ്ങനെ റൂമിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് മോൻ പറയുന്നു. മോൻ്റെ കഴുത്തിന് മുകളിലോട്ടുള്ള ആ ആഴമായുള്ള മുറിവുകൾ, അത് ഞങ്ങൾക്ക് ഭയങ്കരമായ സംശയമാണ്. വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ തിരക്കി ഞങ്ങൾ രണ്ടുപേരും വയ്യാത്തവരായതുകൊണ്ട് മരുന്നൊക്കെ മേടിക്കുവാനും കുഞ്ഞായിരുന്നു ഞങ്ങളെ വീട് പുലർത്തിക്കൊണ്ടിരുന്നു. ഇല്ല, ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം ഞങ്ങൾക്ക് തൃപ്തിയല്ല. ഈ ബോഡി ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് ഒരു മുങ്ങിമരണമല്ലെന്നുള്ളത് ബോധ്യമാണ്. ഈ ചെറി മുറിച്ചെടുക്കും മാതിരിയായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള മുറിവ്, അതുപോലെ തന്നെ ഈ അടിഭാഗം ഉണ്ടല്ലോ, ഈ സൈഡ് നല്ല മുറിവ് പറ്റിയിട്ട്, പിന്നെ ഈ പല്ല് ഇളക്കമുണ്ട്, നല്ല ഇളക്കമാണ് പല്ല്. പറഞ്ഞാൽ ഇവിടെ അകത്തോട്ടായിരിക്കുന്നത് പല്ലെല്ലാം. ഞാൻ തന്നെ ചോദിച്ചു, സാറേ ഇത് നിങ്ങൾ പറയുന്നത് ഞണ്ട് കടിച്ചതാ, മീൻ കടിച്ചതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥയല്ല ഇത്. നമസ്കാരം. യുവാവിൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പത്തനംതിട്ട റാന്നി ഇടപ്പാവൂർ സ്വദേശിയായ എബി ബാബു എന്ന 26 വയസ്സുകാരൻ കടുത്തുരുത്തിയിലെ തോട്ടിൽ മുങ്ങി മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ കുടുംബം ദുരൂഹത ആരോപിക്കുന്നത്. കഴിഞ്ഞ നവംബർ 2 രാത്രി കടുത്തുരുത്തിയിലെ മടത്തിൽപ്പറമ്പിൽ ഭാഗത്തുള്ളൊരു തോട്ടിൽ വെച്ച് ഈ യുവാവ് മുങ്ങി മരിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പോലീസും പറയുന്നത്. ഈ സംഭവത്തിൽ, ഈ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടപ്പാവൂർ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് മാതാപിതാക്കളും ചേർന്ന് ഇപ്പോൾ പരാതി മുഖ്യമന്ത്രിക്ക് അടക്കം നൽകിയിരിക്കുകയാണ്. എബിയുടെ മാതാവ് ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. നവംബർ 2 ഈ സംഭവം നിങ്ങൾ അറിയുന്നത് അല്ലേ? നവംബർ 2 അറിയുന്നത്. ഈ മോൻ എവിടെയായിരുന്നു പോയിരുന്നത്, അതറിയാമായിരുന്നോ? മോന് ആന്ധ്രയിലാണ് ജോലിക്ക് പോയിരുന്നത്. ആന്ധ്ര, മൈസൂർ, ബാംഗ്ലൂർ 3 ജോലി ചെയ്തിട്ടാണ് മോൻ ഇവിടുന്ന് എറണാകുളത്ത് പോകാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഈ മരണം സംഭവിച്ചു കഴിഞ്ഞ പിന്നാണ് കടന്തുരുത്തിയിലാണെന്ന് ഞങ്ങൾ അറിയുന്നത്. കടന്തുരുത്തിയിലാണെന്ന് ഞങ്ങൾ അറിയുന്നത്. മരണം സംഭവിച്ച പിന്നാണ് അറിയുന്നത്. ആരാണ് അവിടെ ജോലിക്ക് കൊണ്ടുപോയെന്ന് അറിയാമോ? ജോലിക്ക് അവിടെ നിന്ന് കൊണ്ടുപോയത് മോൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് തന്നെയാണ്, അയൽവാസിയാണ്. ഇപ്പോൾ ഈ മരണം മുങ്ങിമരണമല്ല എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ എന്താണ് അത് അവിടെ പോയി കണ്ടത്? മോൻ്റെ കഴുത്തിന് മുകളിലോട്ടുള്ള ആ ആഴമായുള്ള മുറിവുകൾ, അത് ഞങ്ങൾക്ക് ഭയങ്കരമായ സംശയമാണ്. ശരീരത്ത് മറ്റുള്ള ഭാഗങ്ങളിലൊന്നും മുറിവില്ല. ചെറിയുടെ 2 ഭാഗവും കണ്ണിൻ്റെ ഭാഗവും നല്ലപോലെ അറുത്തു മാറ്റിയ വിധത്തിലാണ്. ചെറിയുടെ ഭാഗങ്ങളൊക്കെ അറുത്ത് മാറ്റിയ വിധത്തിലാണ് കുഞ്ഞിനെ ഞങ്ങൾ കാണപ്പെട്ടത്. നീന്തലറിയാത്തതാണോ? മോന് നല്ലപോലെ നീന്തറിയാമെന്ന മോനാ. ഇവിടെ പമ്പയാറ്റി നീന്തി പഠിച്ച കുഞ്ഞാ. മോന് നല്ലപോലെ നീന്തറിയാം. ഈ അപകടം നടന്ന സ്ഥലത്ത്, പറയപ്പെടുന്ന സ്ഥലത്ത് പോകുമായിരുന്നോ? അവനവിടെ ജോലി ചെയ്ത സ്ഥലത്ത് പോകുമായിരുന്നോ കുളിക്കുന്നതിനൊക്കെ ആയിട്ട്? അവിടെ കുളിക്കാനായിട്ട് ഞായറാഴ്ച അവർക്ക് പണി കഴിഞ്ഞാൽ ഞായറാഴ്ച അവിടെ പോയി തുണി അലക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് ഫോൺ വിളിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ വൈകുന്നേരം വല്ലതും പോയതാണോ? വൈകിട്ട് അവിടെ കുളിക്കാൻ പോകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ മാത്രമേ അവിടെ കുളിക്കാൻ പോയിട്ടുള്ളൂ. അന്ന് ആ ദിവസം വിളിച്ചിരുന്നു? ആ ദിവസം ഞങ്ങളെ 11 മണിക്ക് 2 തീയതി 11 മണിയായപ്പോൾ ഞങ്ങളെ വിളിച്ച്, ഞങ്ങൾ ചർച്ചിൽ പോയിട്ട് വന്നപ്പോൾ ഞങ്ങളെ വിളിച്ച് ഫോണിനകത്ത് ഞങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ തിരക്കി ഞങ്ങൾ രണ്ടുപേരും വയ്യാത്തവരായതുകൊണ്ട് മരുന്നൊക്കെ മേടിക്കുവാനും, കുഞ്ഞായിരുന്നു ഞങ്ങളെ വീട് പുലർത്തിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് മരുന്നൊക്കെ മേടിക്കാൻ കുഞ്ഞാ പൈസ തന്നുകൊണ്ടിരുന്നത്. അപ്പം വീട്ടു വിവരങ്ങളൊക്കെ അറിയാനും, അന്ന് ശനിയാഴ്ച പണികൂലി കിട്ടിയില്ലെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞ് തിങ്കളാഴ്ചത്തെ പണി ചെയ്തിട്ട് തിങ്കളാഴ്ച വൈകിട്ടത്തേക്ക് ശനിയാഴ്ചത്തെ പണികൂലിയും തിങ്കളാഴ്ചത്തെ പണികൂലിയും കൂടെ ഒന്നിച്ചിട്ട് തരാം അച്ഛനും മരുന്ന് മേടിക്കാനെന്നാണ് പറഞ്ഞത്. അന്ന് ആറ്റി പോയെന്ന് പറഞ്ഞത്, ഈ തോട്ടിൽ പോയെന്ന് പറഞ്ഞത് രാവിലെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്നാണ് 11 മണിയായപ്പോൾ എന്നെ വിളിച്ചത്. അപ്പോൾ വൈകുന്നേരം അങ്ങോട്ട് പോകാനുള്ള സാധ്യതയില്ല. മാത്രമല്ല, ഇവർ താമസിക്കുന്നത് എങ്ങനെയാണ്? സുഹൃത്തുക്കളൊക്കെ ഒപ്പമായിരുന്നു? ഇവരൊരു കോൺട്രാക്ടറുടെ കീഴിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് ജോലിയായിരുന്നു? മേയ്ക്കാട് പണിയാണ്. ഈ മരണപ്പെട്ട പിന്നാണ് മേയ്ക്കാട് പണിയാണ് ഞങ്ങൾ അറിയുന്നത്. അതിന് മുന്നേ ഒക്കെ സീലിങ്ങിൻ്റെ വർക്കാണ് ആന്ധ്രയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ റൂമിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഇവർ 8 പേരായിരുന്നെന്നാണ് പറയുന്നത്. കൂടുള്ള കൂട്ടുകാരും സുഹൃത്തും മോനും അവർ 8 പേരാണ് ഒന്നിച്ചൊരു വീട്, കോൺട്രാക്ടറുടെ ഒരു പഴയ വീട്ടിലാണ് അവർ വീടെടുത്ത് കൊടുത്തിട്ട് ആ വീട്ടിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അറിയാമോ? ഇടയ്ക്ക് വ്യാഴാഴ്ച എന്നെ വീഡിയോ കോളിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, അമ്മ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഞാനാ, ബാക്കിയുള്ളവർ കണ്ണൂരുകാർ 2-3 പേരുണ്ട്, അവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് പൈസ വെച്ച് ചീട്ട് കളിക്കും, പിന്നെ മദ്യം കഴിക്കും,
അപ്പോൾ ഈ കണ്ണൂരുകാരുമായിട്ട് ഓരോ പ്രശ്നം അവിടെ റൂമിലുണ്ടായിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടായി. അവർ പ്രശ്നം ഉണ്ടായപ്പം മോൻ എന്നോട് പറഞ്ഞ അവർ ചീട്ട് കളിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും, നീ അതിനകത്തൊന്നും പറയാനും എടുക്കാനും പോകണ്ടെന്നിങ്ങനെ സംസാരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ എന്നെ ഫോണിൽ വിളിച്ച് പറയുമായിരുന്നു. അപ്പം ഞാൻ അന്നേരം വീട്ടിലോട്ട് പോരാൻ വേണ്ടി മോനെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, അവിടെ നിൽക്കണ്ട പോരാൻ പറഞ്ഞു. അങ്ങനെ റൂമിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് മോൻ പറയുന്നുണ്ട്. നിങ്ങൾ ഈ വിവരം മരണവിവരം നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ അറിയിച്ചിരുന്നു അവിടെ നിന്ന് ആരെങ്കിലും, പോലീസിൻ്റെ ഭാഗത്തുനിന്നോ പഞ്ചായത്ത് ബോർഡിൻ്റെ ഭാഗത്തുനിന്നൊക്കെ? മരണവിവരം ഇവിടെ ഞങ്ങളെ വിളിച്ച് അറിയിച്ചിട്ടില്ല. ഞങ്ങൾ മാതാപിതാക്കളെ ഞങ്ങളുടെ വീട്ടിൽ വിളിച്ച് അറിയിച്ചിട്ടില്ല. ഇവിടെ പഞ്ചായത്ത് മെമ്പർ അയൽവാസി ഞങ്ങൾ ഇവിടെ പഞ്ചായത്ത് മെമ്പർ 9 മണിക്കും 10:30ക്കും ഞങ്ങളെ ഫോണിൽ വിളിച്ചു. അപ്പോൾ എൻ്റെ ഇളയ മോൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന് മെമ്പറിനെ ഞാൻ തലേദിവസം വിളിച്ചിരുന്നു. അപ്പം ഞാൻ അന്നേരം വൈകിട്ട് മെമ്പർ വിളിച്ചപ്പോൾ ഞാൻ ഓർത്തി ആ വിഷയത്തിന് വേണ്ടിയാണ് വിളിച്ചെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ വിളിച്ച് മെമ്പർ ചോദിക്കുന്നുണ്ട്, മൂത്ത മോൻ്റെ പേരെന്തുവാ, മോൻ എവിടെ ജോലിക്ക് പോയേക്കുന്നതെന്നൊക്കെ 2-3 പ്രാവശ്യം എന്നോട് ചോദിച്ചു. പക്ഷേ ഈ മരണവിവരത്തെ പറ്റി മെമ്പർ എന്നോട് പറഞ്ഞില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല? ബന്ധുക്കളാരും തന്നെ ആ രാത്രി പോയില്ല? ഇല്ല, ആരും അങ്ങോട്ട് പോകാൻ ഇവിടെ 9 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇവിടെ നമ്മുടെ ചുറ്റുവട്ടം ഭാഗങ്ങളിലുള്ള സഹോദരങ്ങളൊക്കെ അറിഞ്ഞിരുന്നു ഈ വിവരം. അറിഞ്ഞപ്പം നമ്മളോട് വന്നവർക്ക് പറയാനുള്ള ആ ഒരു പ്രയാസം കൊണ്ട് ഞങ്ങളുടെ ചർച്ചിലെ സഹോദരങ്ങളും ചർച്ചിലെ പാസ്റ്ററും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു. മരണവിവരം വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ 12:30 കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളെല്ലാം ഇവിടെ വന്ന് ഞങ്ങളോട് മരണവിവരം പറഞ്ഞു. മരണവിവരം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകാനായിട്ട് ഒരുങ്ങിയപ്പം പിന്നെ ഈ സുഹൃത്തിൻ്റെ അയൽവാസികൾ ഇവിടെ വന്ന് അവരെ പോകാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവരോട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പിന്നെ അവരുടെ കടന്തൂർ ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ള ഇവിടുന്ന് പോയ സുഹൃത്തുക്കൾ ആരോ വിളിച്ച് അവരോട് പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലണ്ട, മോൻ്റെ ഇതുപോലെ ശവം എടുത്ത് മോർച്ചറി വെച്ചു. അത് ഈ സുഹൃത്തിൻ്റെ അച്ഛനും അമ്മയും അവരുടെ കുറച്ച് ആൾക്കാരും എല്ലാം കൂടി ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ശവം മോർച്ചറി വെച്ചു. അതുകൊണ്ട് നിങ്ങളാരും ഇന്നിപ്പോൾ ഇങ്ങോട്ട് പോരണ്ട, രാവിലെ വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഏതായാലും പിന്നീട് ആ പ്രദേശത്തൊക്കെ അന്വേഷിക്കാൻ ചെന്നപ്പോൾ അവിടെ എന്തെങ്കിലും അങ്ങനെ സംഭവം നടന്നു നാട്ടുകാരൊക്കെ എന്ത് പറയുന്നു? കുഞ്ഞിൻ്റെ അടക്കം ചെയ്തത് 6-ാം തീയതിയായിരുന്നു. 2-ാം തീയതി മരണപ്പെട്ട 6-ാം തീയതി അടക്കം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ 7-ാം തീയതി ഇവിടുന്ന് പോയി. ഞങ്ങൾ ഇവിടുന്ന് അവിടെ കടുതുരുത്തി ചെന്ന് കഴിഞ്ഞപ്പം 1-2 പേരോട് ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവം ആ തോട്ടിൽ നടന്നിട്ടില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടാണോ പരാതി കൊടുത്തിരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ അങ്ങനെ അപേക്ഷ കൊടുത്തേക്കുന്നു. ഈ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമാണ്? അവർ മുങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. ഇല്ല, ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം ഞങ്ങൾക്ക് തൃപ്തിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അന്വേഷണത്തിൽ ഒത്തിരി ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒത്തിരി സംശയങ്ങളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് വന്നേക്കുന്നതിനകത്ത് സംശയമുണ്ട്. അതുപോലെ തന്നെ ചോദ്യം ചെയ്യാൻ ഈ പ്രതികളെ ആരെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്തതായിട്ട് ആരോപിക്കപ്പെട്ടവരെ ആരെയും ചോദ്യം ചെയ്തിട്ടുള്ളതായ ഒരു ഇത് ഞങ്ങൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുമില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. അപ്പം ഞങ്ങൾക്ക് ആ കടന്തുരുത്തി പോലീസിൻ്റെ അന്വേഷണം ഞങ്ങൾക്ക് തൃപ്തിയല്ല. ഞങ്ങളിവിടുന്ന് ചെന്നപ്പോൾ കടുത്തുരുത്തി സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ചെല്ലുന്നത്. രാവിലെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് മോനെ കണ്ടപ്പോൾ മുഖത്ത് മുറിവ്, ഈ ചെറി മുറിച്ചെടുക്കും മാതിരിയായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള മുറിവ്, അതുപോലെ തന്നെ ഈ അടിഭാഗം ഉണ്ടല്ലോ, ഈ സൈഡ് നല്ല മുറിവ് പറ്റിയിട്ട് പിന്നെ ഈ പല്ല് ഇളക്കമുണ്ട്, നല്ല ഇളക്കമാണ്. പല്ല് പറഞ്ഞാൽ ഇവിടെ അകത്തോട്ടായിരിക്കുന്നത്, പല്ലെല്ലാം അകത്തോട്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സ്ട്രെച്ചറെ കടത്തുന്ന സമയത്ത് ഈ തലയുടെ പുറകിൽ നിന്നുള്ള എന്തോ ക്ഷതത്തിൻ്റെയാണ്, ബ്ലഡ് നല്ലതായിട്ട് ഒലിക്കുന്നുണ്ട്. വെളിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ചോദിച്ചു, സാറേ ഇത് നിങ്ങൾ പറയുന്നത് ഞണ്ട് കടിച്ചതാ, മീൻ കടിച്ചതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥയല്ല ഇത്. വലിയ പ്രയാസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇല്ലാത്ത പ്രയാസത്തിൽ ഈ വിഷയത്തിൽ ഒരുപാട് ദുരൂഹതകളാണ് ബന്ധുക്കളും മാതാപിതാക്കളും ഒക്കെ പറയുന്നത്. ഇപ്പോൾ ആക്ഷൻ കൗൺസിലിൻ്റെ പൗരസമിതിയുടെ പ്രസിഡൻ്റായ ബെന്നി മങ്ങാട്ടിലാണ് നമുക്കൊപ്പം ഉള്ളത്. ശരിക്കും നിങ്ങൾ സമരത്തിലാണ്. അപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കത് അന്വേഷണം ആവശ്യമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇതുവരെ വന്ന എല്ലാ തെളിവുകളും വളരെ സംശയമുളവാക്കുന്നതാണ്. മോൻ്റെ മുഖത്തെ മുറിവുകൾ ഒക്കെ ഞങ്ങളെ സംശയമുളവാക്കുന്നത് ഒരു കൊലപാതകം തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ മുറിവ് എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ മീൻ കൊത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായിരിക്കാം പറയുന്നത്. പക്ഷെ അത്ര സമയമൊന്നും വെള്ളത്തിൽ കടന്നിട്ടില്ല. ഒരിക്കലും ഇല്ല. കാരണം രാത്രി ഒരു 7 മണിയോടാണ് ഉണ്ടായെങ്കിൽ തന്നെയും ഇത് മീൻ കൊത്തിയെന്നും അവർ പറയുന്നു. പിന്നെ വേറൊരാൾ പറഞ്ഞത്, അത് ഉദ്യോഗസ്ഥർ തന്നെയാണ് പറഞ്ഞത്, ഞണ്ട് കടിച്ചതാകാം. ഈ മൂന്നാമത്തെ എന്ന് പറഞ്ഞത് പാതാളക്കരണ്ടി
ഇട്ടടിച്ച് ചേറടിച്ച് കലക്കി ബോഡി എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ എങ്ങാനും മുഖത്ത് കൊണ്ടതാകാം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഇത്രയും സമയം കൊണ്ട് ഈ ബോഡി താഴുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇത്രയോടുകൂടി ഇതെല്ലാം അറിയുന്നു. പക്ഷേ ഈ മാതാപിതാക്കളെ വരെ അറിയിക്കാത്തതിൻ്റെ കാരണം എൻ്റെ സഹോദരനാണ് ബാബു. ഇദ്ദേഹത്തിന് ഹാർട്ട് സംബന്ധമായ പ്രശ്നമുണ്ട്. ഇപ്പം ചികിത്സയിലിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളിത് പറയുമെന്നുള്ള ചിന്തയിൽ ഞങ്ങൾ പുറത്തു നിന്ന് ആലോചിച്ച് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അവിടുന്ന് ഫോൺ വരുന്നു. നിങ്ങളിനിയും വരണ്ട, ബോഡി മോർച്ചറിയിലേക്ക് മാറ്റി രാവിലെ വന്നാൽ മതിയാവും എന്ന് വരുന്നു. ഫോണിന് സന്ദേശം വരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ആശ്രമം വേണ്ടെന്ന് വെച്ചു, രാവിലെ പോകാമെന്ന് വെച്ചു. പിന്നെ പോയി കണ്ടു. നേരിട്ട് കണ്ട ആൾക്കാർ ഇവിടെ ഉണ്ട്. മോർച്ചറിയിലും പോസ്റ്റ്മോർട്ടം സ്ഥലത്തും പോയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലും വന്ന ആൾക്കാരുണ്ട്. മറ്റൊരു കാര്യം, ഈ മാതാപിതാക്കൾ പറയുന്നുണ്ട് അവിടെ ഒരു സുഹൃത്തുക്കളൊക്കെ ആയിട്ട് മറ്റൊരാൾ വഴക്കൊക്കെ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഇല്ല എന്നും പറയുന്നു. ആ സുഹൃത്ത് അവിടെ ഇല്ല. ആ സുഹൃത്ത് ഇങ്ങോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് തലേദിവസം മോൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എബി പറഞ്ഞിട്ടുണ്ട് അവൻ വരുന്നുണ്ട്, അവൻ്റെ ഡ്രസ്സൊക്കെ കൊടുത്തു കൊണ്ടുവന്നൊരു ഫോൺ സന്ദേശം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഈ അവിടെ അദ്ദേഹം ചെന്ന് പിന്നെ ബാക്കി വിവരങ്ങൾ ഇവരെ അറിയിക്കുന്നുണ്ട്. ഒരുപാട് സംശയങ്ങൾ ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും സമഗ്രമായ ഒരു അന്വേഷണമാണ് ആവശ്യം. ഞങ്ങളങ്ങനെ ഇവിടെ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചു. ഇവിടുത്തെ റാന്നി MLA സാന്നിധ്യത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി അന്വേഷിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. സമരം ശക്തമാക്കും. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തന്നെ കടന്തുരുത്തി തന്നെ പോയി ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ഇങ്ങനെയാണ് പോകുന്നെങ്കിൽ സമരം അവിടെ ശക്തമാക്കാനുള്ള തീരുമാനമുണ്ട്. അത് മാത്രമല്ല, എടുത്തു പറയുന്ന ഒരു കാര്യം, അവിടെ ഈ മുങ്ങി മരിക്കാൻ പറ്റിയ വെള്ളമൊന്നും ഈ തോട്ടിലില്ലെന്നാകുന്നു. അവിടെ ഇല്ല, വെള്ളം അങ്ങനെ നമുക്കറിയാവുന്ന ആൾക്കാരും ആ പരിസരത്തൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരൊക്കെ അന്വേഷിച്ചിട്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു മുങ്ങി മരണം അവിടെ സംഭവിക്കാൻ സാധ്യതയില്ല. 2, ഈ ബലിയൊക്കെ ഇടുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ അങ്ങനെ എപ്പോഴും നല്ല ക്ലീനായിട്ട് കിടക്കുന്ന ഒരു കടവാണ്. അങ്ങനെ യാതൊരു സംഭവങ്ങളും അവിടെ നടക്കത്തക്ക പോലെ ഉള്ള കാര്യങ്ങളില്ല. പിന്നെ ഈ 1 മണിക്കൂർ കൊണ്ട് സംഭവിച്ചെന്ന് പറയുമ്പോൾ ചുറ്റുപാടുള്ളവർ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടില്ല. അങ്ങനെ നാട്ടുകാരെങ്കിലും അറിയുമല്ലോ. അതിനടുത്തൊരു വീടുണ്ട്, അവർക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇങ്ങനൊരു ഒരാൾ മുങ്ങി മരിച്ചെന്ന് ഫയർഫോഴ്സ് വന്നെന്നും ഒക്കെ പറയുമ്പം അവിടെയുള്ള ആൾക്കാർ ആരും അത് കണ്ടിട്ടില്ല. ഞാനവിടെ ഈ ഹോസ്പിറ്റലിൽ ബോഡി എടുക്കാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. ഈ ബോഡി ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് ഒരു മുങ്ങിമരണമല്ലെന്നുള്ളത് ബോധ്യമാകും. അത് ഏത് ആർക്കും മനസ്സിലാകും. നമ്മളിവിടെ ഇത്ര ഈ ചുറ്റുപാടിലൊക്കെ കിടക്കുന്നതല്ല, വെറും പട്ടിണി പാവങ്ങളാണ്. ഇന്ന് പോയി ചെന്ന് അധ്വാനിച്ച് ഇന്നൊരു ദിവസം പോയില്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് നീതി ലഭിക്കണം നിർബന്ധം. അത് ഏതറ്റത്ത് വരെ പോകേണ്ടതായിട്ടും ഞങ്ങൾ പോകും. ഇത്രയേ ഉള്ളൂ പറയാൻ. അസുഖക്കാരായ അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബത്തിൻ്റെ ഏക ഒരു ആശ്രയമായിരുന്നു ഈ ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനാണ് ഒരു രാത്രിയിൽ ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറയുന്നത്. എന്നാൽ നീന്തൽ നല്ല വശമുള്ള ആ യുവാവ് എങ്ങനെയാണ് മുങ്ങി മരിച്ചതെന്ന് വിശ്വസിക്കാൻ ഈ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും കഴിയുന്നില്ല. പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് 150 മില്ലി ലിറ്റർ വെള്ളം മാത്രമാണ് പോയിരിക്കുന്നത്. എന്നാൽ മദ്യപിച്ചു എന്നുള്ള മദ്യത്തിൻ്റെ അംശങ്ങളൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യുവാവിൻ്റെ വയറ്റിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ്. ഒട്ടേറെ സംശയങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യുവാവിൻ്റെ മുഖത്തേറ്റ പാടുകളടക്കം ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു റൂമിൽ ഒരുമിച്ച് താമസിച്ച ആളുകളുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അത് ഉന്നയിക്കുന്നുണ്ട്. ഈ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാവണം. അതിന് മുഖ്യമന്ത്രി ഇടപെട്ട് ഒരു സമഗ്രമായ ഒരു അന്വേഷണമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.